യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, നല്ലൊരു ദിവസം ദൈവവചനം കേൾക്കുവാൻ, പ്രാർത്ഥിക്കാൻ ദൈവം നമുക്ക് നൽകിയതിനെ ഓർത്ത് ആദ്യമേ തന്നെ ദൈവത്തോട് നന്ദി പറയാം. ഓരോ ദിവസവും ദൈവത്തിൻ്റെ വലിയ നന്മകൾ അനുഭവിക്കാൻ, സ്നേഹം അനുഭവിക്കാൻ, ദൈവത്തിൻ്റെ കരുതൽ അനുഭവിക്കാൻ പരിശുദ്ധാത്മാവ് ഒരുക്കുന്ന എല്ലാ വിലപ്പെട്ട സമയങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ അങ്ങയുടെ വചനത്തെ ആത്മാർത്ഥതയോടെ സ്വീകരിക്കുന്ന, കേൾക്കുന്ന എല്ലാ വ്യക്തികളെയും, എല്ലാ കുടുംബങ്ങളെയും ഇപ്പോൾ അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അങ്ങയുടെ കരങ്ങളിൽ പൂർണ്ണമായും ഏൽപ്പിച്ചു തന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ അത്ഭുതങ്ങൾ കാണുവാൻ, അനുഭവിക്കുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി, ദീർഘായുസ്സിനു വേണ്ടി, നിങ്ങൾ സ്വപ്നം കാണുന്ന, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അനുഗ്രഹമാകുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ പൂർണ്ണമായ അർത്ഥത്തിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയുടെ എല്ലാ നന്മകളും സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവവചനത്തിലേക്ക് വരുമ്പോൾ സങ്കീർത്തനം 91 അധ്യായം ഒരുപാട് പഠിച്ചതും പ്രസംഗിച്ചതും കേട്ടതുമായൊരു ഭാഗമാണ് 91 സങ്കീർത്തനം. ആ സങ്കീർത്തനം യാദൃശ്ചികമായി ഒന്ന് വായിച്ചപ്പോൾ മനസ്സിലേക്ക് വന്ന ഒരു ദൈവാലോചനയെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ദൈവഭക്തന് പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്നല്ല പറഞ്ഞത്. ദൈവഭക്തന് പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ പ്രതികൂല സാഹചര്യങ്ങളോ ഉണ്ടാവില്ലെന്നല്ല പറഞ്ഞത്. ഉണ്ടായാലും ഒരു ദൈവഭക്തനെ ദൈവം എപ്രകാരമാണ് സംരക്ഷിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ആ ഒരു അർത്ഥത്തിൽ ആ വചനം ഒന്ന് ശ്രദ്ധിക്കാം. 91 സങ്കീർത്തനം 1 വാക്യം, അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും. ദൈവത്തോട് ഞാൻ പറയും, അങ്ങാണ് എൻ്റെ ആശ്രയം, അങ്ങിൽ ഞാൻ വിശ്വസിക്കുന്നു, അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു എന്ന് പറയും. അതൊരു ദൈവഭക്തൻ്റെ പ്രാർത്ഥനയാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ദൈവത്തോട് പറയും, കർത്താവേ, അങ്ങേ ഞാൻ വിശ്വസിക്കുന്നു, അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു, അങ്ങേ ഞാൻ ആശ്രയിക്കുന്നു. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്നോ പ്രതിസന്ധികൾ ഉണ്ടാകില്ലെന്നോ എന്നൊന്നുമല്ല പറയുന്നത്. ആ വാക്യം വായിക്കാം. പ്രശ്നങ്ങൾ ഉണ്ടായാലും, പ്രതിസന്ധികൾ ഉണ്ടായാലും, പ്രതികൂലങ്ങൾ ഉയർന്നു വന്നാലും ദൈവം അവനെ സംരക്ഷിക്കും, ദൈവം അവനെ മറയ്ക്കും എന്നാണ് പറഞ്ഞത്. 3 വാക്യം, അവിടുന്ന് അവനെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. വേടന്റെ കെണി ഉണ്ടാകില്ല, മഹാമാരി ഉണ്ടാകില്ലെന്നല്ല. ഉണ്ടായാലും, പ്രതിസന്ധികൾ ഉണ്ടായാലും, വെല്ലുവിളികൾ ഉണ്ടായാലും അതെഴുതിയിരിക്കുന്നത്, ഞാൻ അവനെ രക്ഷിക്കും. അടുത്ത വാക്യം, തൻ്റെ തൂവല് കൊണ്ട് അവിടുന്ന് അവനെ മറച്ചുകൊള്ളും. ദൈവം രക്ഷിക്കും, ദൈവം മറയ്ക്കും, സംരക്ഷിക്കും, ദൈവം മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം നൽകും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചം പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയോ പകൽ പറക്കുന്ന അസ്ത്രത്തെയോ നീ പേടിക്കേണ്ട, ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി, നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെ നീ പേടിക്കേണ്ട. ഒരു ദൈവഭക്തന് പ്രതിസന്ധികളൊന്നും ഉണ്ടാകില്ല, എന്നും ഒരു കുഴപ്പമില്ലാതെ പൊക്കോളുമെന്നല്ല. പ്രതിസന്ധികൾ ഉണ്ടായാലും, എന്തെല്ലാം പ്രതികൂലങ്ങൾ
രാത്രിയിലോ പകലോ ഏത് സമയത്ത് വന്നാലും ഞാൻ നിന്നെ മറയ്ക്കും, ഞാൻ നിന്നെ സംരക്ഷിക്കും, ഞാൻ നിന്നെ പൊതിഞ്ഞ് സൂക്ഷിക്കുമെന്നൊക്കെയല്ലേ പറയുന്നത്? പ്രിയപ്പെട്ടവരെ, ഈ ദൈവത്തെക്കുറിച്ചാണ് നാം പ്രസംഗിക്കുന്നത്. രാത്രിയിൽ വരുന്ന ഭീകരതയെക്കുറിച്ചല്ല ഞാൻ പ്രസംഗിക്കുന്നത്. രാത്രിയിൽ വരുന്ന ഭീകരതയുടെ നടുവിലും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തിൻ്റെ നടുവിലും പൊതിഞ്ഞു സൂക്ഷിക്കുന്ന, കരുതുന്ന, ഒരു ദോഷവും വരാതെ സംരക്ഷിക്കുന്ന ദൈവത്തെയാണ് എനിക്ക് പ്രസംഗിക്കാനുള്ളത്, എനിക്ക് പറയാനുള്ളത്. സംരക്ഷിക്കുന്ന ദൈവം, സൂക്ഷിക്കുന്ന ദൈവം. ദൈവത്തിന് ചിറകുണ്ടെന്ന്, ദൈവത്തിനൊരു ചിറകുണ്ടെന്ന്. ആ ചിറകുകൾ ഉള്ളിൽ നിന്നെ മറയ്ക്കുമെന്ന്. എപ്പോൾ? പ്രയാസങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, ഒറ്റപ്പെടൽ വരുമ്പോൾ, തകർച്ചകൾ വരുമ്പോൾ, കുറ്റപ്പെടുത്തലുകൾ വരുമ്പോൾ, പല കാര്യങ്ങളും പ്രതീക്ഷിച്ചതുപോലല്ല, പ്രതീക്ഷിക്കാത്ത വിധത്തിൽ കാര്യങ്ങൾ തെന്നി മാറുമ്പോൾ, മാറി മറിയുമ്പോൾ ദൈവം നിന്നെ അത്ഭുതകരമായി സംരക്ഷിക്കുമെന്ന്, മറയ്ക്കുമെന്ന് ഈ വചനത്തിലൂടെയാണ് ഇന്ന് പ്രാർത്ഥിച്ചത്. ഇതെല്ലാം ഒരുപാട് മനപ്പാഠമാണ്, കാണാതെ അറിയാം. 1000 വട്ടം ധ്യാനിച്ചു, 1000 വട്ടം പ്രാർത്ഥിച്ചതാ. എങ്കിലും ഒരു ബോധ്യത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞങ്ങളുടെ കുടുംബം ദൈവത്തിൽ ആശ്രയിക്കുന്നു. എൻ്റെ ശരീരം, മനസ്സ്, ആത്മാവിനെ എല്ലാം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുവാണ്. ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുമ്പോൾ എല്ലാ പ്രതിസന്ധികളിൽ നിന്ന്, എല്ലാ വെല്ലുവിളികളിൽ നിന്ന്, എല്ലാ ഒറ്റപ്പെടലുകളിൽ നിന്ന്, എല്ലാ രോഗപീഠകളിൽ നിന്ന്, എല്ലാ തകർച്ചകളിൽ നിന്ന് ഞങ്ങളെ മറച്ചുകൊള്ളണമേ, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങളെ സംരക്ഷിക്കണമേ. ആ തൂവല് കൊണ്ട് ഞങ്ങളെ മറയ്ക്കണമേ, എൻ്റെ കുടുംബത്തെ മറയ്ക്കണമേ. മന്ത്രങ്ങൾ, തന്ത്രങ്ങൾ, പാരകൾ, മനസ്സാ വാച അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു പിടിപ്പിക്കുന്നതിലൂടെ, അതിലൂടെയൊക്കെ ഉണ്ടാകുന്ന ദോഷങ്ങളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ മനസ്സ് തളർന്നു പോകാതെ, ശരീരം വാടിപ്പോകാതെ, എവിടെയും തട്ടി വീഴാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ തലമുറകളെ കാത്തുകൊള്ളണമേ, മറയ്ക്കണമേ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുവാണ് പ്രിയപ്പെട്ടവരെ. ഈ വ്യാഴവും ഈ വെള്ളിയും പ്രാർത്ഥനയുടെ ദിവസങ്ങളാണ്. ആഗ്രഹിക്കുന്നവർ വരിക. 2 ദിവസത്തെ ആ ശുശ്രൂഷകൾ ഒരുപാട് പേർക്ക് അനുഗ്രഹമായി, അത്ഭുതമായി മാറുന്നുണ്ട്. കുടുംബങ്ങളിൽ അത് വിടുതലായി മാറുന്നു, തലമുറകളിൽ അതൊരു വഴിത്തിരിവായി മാറുന്നു. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. നമുക്കുമേറെ പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കാം. വ്യാഴം വെള്ളി ദിവസങ്ങൾ ആഗ്രഹിക്കുന്ന ഓരോരുത്തരെയും, ദൈവികമായ നിയോഗത്തിൽ വരാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നു. വരാൻ ആഗ്രഹിച്ചിട്ടും വരാൻ പറ്റാത്തവരുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഉചിതമായ സമയത്ത് ഒരു പ്രാവശ്യമെങ്കിലും വരാനും പ്രാർത്ഥിക്കാനും ദൈവം ഭാഗ്യം തരും. ഈശോയുടെ നല്ല ആശീർവാദം ഇപ്പോൾ സ്വീകരിക്കാം ഈ വചനത്തിലൂടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടായിരിക്കട്ടെ, നിങ്ങളുടെ കുടുംബത്തിനകത്ത് വെളിപ്പെടട്ടെ. പ്രതിസന്ധികളിൽ നിന്ന് തൂവലുകൾ കൊണ്ട് മറയ്ക്കുന്നൊരു ദൈവത്തെ കേട്ടു. തൂവല് കൊണ്ട് മറയ്ക്കുന്ന, സംരക്ഷിക്കുന്ന, രക്ഷിക്കുന്ന, നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും രാത്രിയിലെ ഭീകരതയെയും പേടിക്കണ്ട, ഭയപ്പെടണ്ട. നിനക്കൊരു ദോഷവും വരത്തില്ല എന്ന് ഉറപ്പ് നൽകിയ വചനമാകേണ്ടത്. എന്തൊക്കെയോ ദോഷം വരാനുണ്ട്, എന്തൊക്കെയോ പ്രശ്നം വരാനുണ്ട്, എന്തൊക്കെയോ അനർത്ഥം വരാനുണ്ട്. അതിനെക്കുറിച്ച് ആലോചിച്ചിരിക്കുന്നവരുണ്ട്. പ്രതിസന്ധികൾ ഉണ്ടാകില്ലെന്നല്ല, പ്രതിസന്ധികൾ ദൈവഭക്തനുണ്ടായേക്കാം. പക്ഷെ എന്നാലും അവനൊരു ദോഷവും വരാതെ ദൈവം തൻ്റെ തൂവലുകൾ കൊണ്ട് മറയ്ക്കുമെന്ന്, സൂക്ഷിക്കുമെന്ന്, സംരക്ഷിക്കുമെന്ന്. രോഗിയായ ഒരവസ്ഥയിലാണോ, തകർന്നിരിക്കുവാണോ, വീൽ ചെയറിലാണോ, കിടന്ന കിടപ്പിലാണോ, മക്കളെ ഓർത്താണോ ഭാരം, നിന്നെ തൂവല് കൊണ്ട് മറയ്ക്കുന്നൊരു ദൈവമുണ്ട്. തൂവല് കൊണ്ട് നിന്നെ സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ എല്ലാ ഇടപാടുകളെയും, നിങ്ങളുടെ കുടുംബജീവിതത്തെയും, തലമുറയെയും, ആരോഗ്യത്തെയും, ആയുസ്സിനെയും ഒക്കെ സംരക്ഷിക്കുന്ന ദൈവം. ആ ദൈവം നിങ്ങളെല്ലാ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ. രോഗങ്ങളിൽ നിന്നും, അപകടത്തിൽ, ദുർമരണത്തിൽ നിന്നും, മുപ്പെത്താത്ത മരണത്തിൽ നിന്നും, ചതിയിൽ നിന്നും, വഞ്ചനയിൽ നിന്നും, നിരാശയിൽ നിന്നും, കുറ്റബോധത്തിൽ നിന്നും സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായി സംരക്ഷിക്കട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ദൈവം തരട്ടെ. നല്ല കാര്യങ്ങൾ, സന്തോഷമുള്ള കാര്യങ്ങൾ, മംഗളകരമായി നടക്കുന്ന കാര്യങ്ങൾ ദൈവാനുഗ്രഹത്തോടെ നിങ്ങളുടെ ഭവനത്തിൽ, ജീവിതത്തിൽ നടക്കട്ടെ. ഒരത്ഭുതം കാണുവാൻ പരിശുദ്ധാത്മാവ് ഭാഗ്യം തരട്ടെ.
യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നല്ലൊരു ദിവസം, നല്ലൊരു പകൽ ആശംസിക്കുന്നു. സാധിക്കുന്ന എല്ലാവർക്കും അയച്ചു കൊടുക്കുക. നിങ്ങളെ ദൈവം സമൃദ്ധിയായ നിലയിലും അളവിലും അനുഗ്രഹിക്കട്ടെ. നാളെയും 5:30 കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം ഉള്ളംകൈയിൽ എന്ന പോലെ എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ.